Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ LDF കൺവീനർ TP രാമകൃഷ്ണൻ നിലമ്പൂർ മണ്ഡലം CITU യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ആശാവർക്കർമാരുടെ സമരത്തെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചത്. ഇടതു സർക്കാരിനെ ജനമധ്യത്തിൽ മോശമാക്കി കാണിക്കാൻ ശ്രമിക്കുന്നവരുടെ ചട്ടകമായി ആശാവർക്കർമാരിൽ ഒരു വിഭാഗം മാറിയതിന്റെ ഫലമാണ് 5 തവണ ചർച്ച നടത്തിയിട്ടും ആശാവർക്കർമാർ സമരവുമായി മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ആനുകൂല്യങ്ങൾക്ക് സർക്കാർ ശ്രമിക്കും. ആശാവർക്കർമാരുടെ സമരത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അങ്കണവാടി ജീവനക്കാരുടെ സമരം ചർച്ചയിലൂടെ പരിഹരിച്ച കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കാൻ ശ്രമിക്കുകയാണ്. തിരുവനന്തപുരം എയർപോർട്ട് കേന്ദ്ര സർക്കാർ അദാനിക്ക് വിൽപ്പന നടത്തി. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നപ്പോൾ അദാനിയും മോദിയും ചേർന്ന് സംസ്ഥാന സർക്കാരിനെ എതിർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. LDF സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വരുമെന്നും ഇത് തടയാൻ കഴിയില്ലെന്ന ബോധ്യമാണ് LDF സർക്കാരിനെതിരെയുള്ള നുണപ്രചരണമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ജമാഅത്ത്, ഇന്ത്യയിൽ വെളിയിൽ പ്രവർത്തിക്കുന്ന ഇതേ ശക്തികൾ, അവർ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അത്തരം ശക്തികളുമായി യോജിച്ചു നിൽക്കാനാണ് കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരല്ല. അവർ മതനിരപേക്ഷ ചേരിയോടൊപ്പം നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ മതരാഷ്ട്രവാദം ഉയർത്തുന്ന SDPI ജമാഅത്തുമായി സഖ്യം ചേർന്നാൽ ആർക്കാണ് ഗുണം? അത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രമേ സഹായകരമാവുള്ളൂ. കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ, പൊതു തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം SDPIയെയും ജമാഅത്തിനെയും ഒന്നിപ്പിക്കാനാണ് ലീഗ് പരിശ്രമിച്ചത്. അവരെ UDF ക്യാമ്പിനകത്ത് തളച്ചിടാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇത് അപകടകരമായ പ്രവണതയാണ്. ലീഗിന്റെ നേതൃത്വം പറയുന്നു അവർ മതനിരപേക്ഷ നിലപാടെടുക്കുന്നവരാണ്. അവർ എടുക്കുന്ന ഓരോ നിലപാടിനെയും അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ പ്രശ്നത്തിൽ എന്താ നിലപാട്? ഈ പ്രശ്നത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരെ തള്ളിപ്പറയാൻ അവർക്ക് കഴിയുമോ? കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ, മുനമ്പത്തിന്റെ പ്രശ്നങ്ങളിൽ മറ്റ് നിലപാടുകൾ സ്വീകരിക്കുന്നവർ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം സമൂഹം നേരിടുന്നുണ്ട്. അത് തൊഴിലാളികൾ ശരിയായ നിലയിൽ മനസ്സിലാക്കണം. CITU ജില്ലാ സെക്രട്ടറി VP സ്കറിയ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി VP അനിൽ, CITU ജില്ലാ പ്രസിഡന്റ് V ശശികുമാർ, ജോർജ് K ആന്റണി, E പത്മാക്ഷൻ, PK സൈനബ, P ശിവാത്മജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.